ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ വിജയകരമായ സാഹചര്യവും വളരെ അനുകൂലമായ സാഹചര്യവുമാണ്. രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിനെ വിലയിരുത്തിയിട്ടാണ് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. രാജ്യത്ത് നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി ഒരു ജനവിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ 30 സീറ്റാണ് ഏകദേശം അവിടുത്തെ അന്ന് കോൺഗ്രസ് നേടിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെയുടെ അവിടെ അന്ന് വലിയ പരാജയം ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിലുണ്ടായി എന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നതാണ്. അവിടെ നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മഹാരാഷ്ട്രയിൽ ഒരു ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. ജനവിധി ബി.ജെ.പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും അനുകൂലമാക്കി. കോൺഗ്രസ് മഹാരാഷ്ട്രയുടെ ഫലം നോക്കിയാൽ നിലം പരിശായിട്ടുണ്ട്. കോൺഗ്രസ് നിലം പരിശായിരിക്കുകയാണ്. അവിടുത്തെ ഓരോ സീറ്റുകളിലും കോൺഗ്രസിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം, അതുപോലെ തന്നെയാണ് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ. ഇതെല്ലാം വൻ പരാജയം. ശരത് പവാർ എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകനാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന് ഒരു പ്രദേശം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമാണ്, അദ്ദേഹത്തിൻ്റെ ഉൾക്കൈവശമാണ്. അവിടെയൊക്കെ തന്നെ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു നിലനിൽപ്പിനും സാധ്യതയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു പ്രിയങ്കയുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്തെ, പ്രിയങ്കയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങൾ ഈ 6 ലക്ഷത്തിൻ്റെ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ നേതാക്കന്മാരൊന്നും അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വയനാട് കയറിയിട്ടില്ല. അവിടുത്തെ സ്ഥിതി നിങ്ങൾ പരിശോധിക്കണം. അതുകൊണ്ട് ഈ വന്ന ഭൂരിപക്ഷത്തിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ വിലയിരുത്തണം. രാജ്യത്ത് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ മുന്നേറ്റം, കോൺഗ്രസിനുണ്ടായ മുന്നേറ്റം, സമാജ്വാദി പാർട്ടിക്കുണ്ടായ മുന്നേറ്റം, അതൊക്കെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിനും ഉള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായും നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി ജനവിധി വന്നിരിക്കുകയാണ്. ജാർഖണ്ഡിൽ പോലും ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമായ അടിത്തറയ്ക്ക് ശക്തി പകർന്നുകൊണ്ടാണ് ജാർഖണ്ഡിലെ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഭരണത്തിന് വേണ്ടി ജാർഖണ്ഡിൽ അങ്ങേറ്റം ശ്രമിച്ചു. ജാർഖണ്ഡിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ഞങ്ങൾ നിർബന്ധപൂർവ്വം തന്നെ ഞങ്ങളുടെ ശക്തമായ നീക്കം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും ശക്തമായ അടിത്തറയോടുകൂടി ഞങ്ങൾ പ്രതിപക്ഷത്ത് വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വിജയമാണ് രാഷ്ട്രീയ വിജയം. മഹാരാഷ്ട്രയുടെ വിജയം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ രാജ്യം കാണുന്നത്, ഈ ലോകം ഉറ്റുനോക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര, ബോംബെ. അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ വിജയത്തെ നിങ്ങൾ എത്രത്തോളം നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിയാലും നിങ്ങൾക്ക് മതിയാവില്ല. ഈ രാജ്യത്തെ ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ഞങ്ങൾക്ക് ഈ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് പാലക്കാട് ഞങ്ങളുടെ അടിത്തറയൊന്നും തകർന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങളുടെ ലീഡ് നിലയല്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയത്തെ അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ടോട്ടൽ വോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നേരത്തെ ആദിത്യൻ സൂചിപ്പിച്ചു. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അടിത്തറ ഒരിടത്തും തകർന്നിട്ടില്ല. ചേലക്കരയിലും തകർന്നിട്ടില്ല, വയനാടും തകർന്നിട്ടില്ല. വയനാടും ഞങ്ങൾ 1 ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുണ്ട്. വയനാടും ഞങ്ങൾ തകർന്നിട്ടില്ല. ഞങ്ങൾ ചേലക്കരയിലും തകർന്നിട്ടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് ചേലക്കരയിൽ പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ. നിങ്ങൾ നേരത്തെ ഒരു സിറ്റിംഗ് MP ആയിരുന്നു, നേരത്തെ ലോകസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയായത്, ചെറിയ ആളല്ല. ഇതൊക്കെ പറയുമ്പം കോൺഗ്രസ്സിന് വലിയ വിജയമെന്നല്ല അവകാശപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ വിജയത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങൾക്ക് ചെറിയൊരു മേൽക്കോയ്മ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവിടെ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വലിയ അത്ഭുതകരമായ വിജയം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് അവിടെ ലീഡ് നില വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ടോട്ടൽ വോട്ടും ടോട്ടൽ പെർസെൻറ്റേജിലും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം
BJPയുടെ അടിത്തറ ശക്തമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ശരി. ജനപിന്തുണ ഞങ്ങൾക്ക് ശക്തമായി ലഭിച്ചിട്ടുണ്ട്. തകർന്നടിഞ്ഞത് കോൺഗ്രസ് ആണ് എന്നുള്ള വസ്തുത, രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവകാശപ്പെടാനില്ല. അവർ പറഞ്ഞു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന്. ഈ ചേലക്കര എന്തായിരുന്നു നടന്നത്? ചേലക്കര എന്താ നടന്നത്? ചേലക്കരയെ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ലേ? നിങ്ങളുടെ ഒരു മന്ത്രി രാജിവെച്ചതല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ നന്നായിട്ടറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പരാജയമാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. തിരികെ